നമസ്തേ, ഞാൻ ശ്രീലത നമ്പൂതിരി. ഇതെൻ്റെ മകനാണ്. അപ്പം മകനിപ്പോൾ ഒരു 10-15 ദിവസത്തെ ഒരു അവധിക്ക് വന്നിരിക്കുകയാണ്. അപ്പം എന്നെപ്പോലെ തന്നെ ഒരു ഭക്തനാണ്. സത്യം പറഞ്ഞാൽ ഏതൊരു റീൽസിൽ കൂടെ പിന്നെ ഈ അമ്പലത്തിനെക്കുറിച്ച് അറിഞ്ഞത് ഇവനിൽ നിന്നാണ് ഞാൻ. അങ്ങനെയാണ് ഞാനിവിടെ വന്നതും. ഞാൻ മുമ്പ് വന്നു. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ എനിക്കിവിടെ ഒരു സംഗീത കച്ചേരി നടത്താനുള്ളൊരു അവസരം തന്നു. അത് ഞാനൊരു റീൽസിലിട്ടിട്ട് അതിനി ഒരുപാട് പേര് കേട്ടിട്ട് പറഞ്ഞു. പലർക്കും അറിയത്തില്ല ഞാനൊരു ക്ലാസിക്കൽ സിംഗറാണെന്നുള്ള കാര്യം. സിനിമയെ പാടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതിന് ഒരുപാട് അപ്രിസിയേഷനാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് പേര് എന്നെ വിളിച്ചു, ചേച്ചി ഇത്ര നന്നായിട്ട് പാടുവന്നു. അപ്പോൾ ഏതായാലും കൃഷ്ണൻ്റെ സന്നിധിയിൽ അങ്ങനൊരു സന്ദർഭം ഇവിടുത്തെ ഭാരവാഹികൾ എനിക്ക് തന്നു. വളരെ വളരെ സന്തോഷം. അതിനൊരു മാറ്റം തന്നെ വന്നു. പിന്നെ ഈ കൃഷ്ണൻ്റെ ഈ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഇവിടെ തൊഴാൻ വന്നപ്പോൾ എന്തൊരു ഭംഗിയായിട്ട് കളഭമൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ കുഞ്ഞികൃഷ്ണനാണെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക സാധിച്ചു തരും. കുറച്ച് താമസം ഉണ്ടെങ്കിൽ തന്നെയും. പക്ഷേ നമുക്ക് എപ്പോഴും ഈ ഒരു രൂപം നമ്മുടെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോവില്ല. നിനക്ക് എന്താ പറയാനുള്ളത് പറ. ഞാൻ ഒരു UK-ലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും നാട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നീ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ്. അപ്പം പലപ്പോഴും ഈ അമ്പലത്തെക്കുറിച്ച് ഞാൻ ഈ ഉറിയിൽ വെണ്ണ നിറയ്ക്കുക ഇത് വളരെ കൗതുകമായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഇത്തരം അറിവുകൾ ഞാൻ ഒരു പ്രാവശ്യം അമ്മയോട് ഇങ്ങനെ പറയണ്ടേ, ഇങ്ങനൊരു അമ്പലമുണ്ട്, അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് പോയി തൊഴുക. അതിൽ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്പലത്തെക്കുറിച്ച് ഇപ്പം ഗുരുവായൂരും തിരുവമ്പാടിയും ഒക്കെ നമ്മൾ പോയി തൊഴുമ്പോൾ നമ്മുടെ ആ ബിംബം നമ്മുടെ മനസ്സിലിങ്ങനെ പ്രതിഷ്ഠിച്ച പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഇവിടുത്തെ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളനാട് നമുക്ക് ആ ഒരു വളരെ ക്യൂട്ട്നെസ്, അതാണ് അതിൻ്റെ ഒരു പേരായിട്ട് എനിക്ക് തോന്നുന്നത്. ആ ക്യൂട്ട്നെസ് നമ്മുടെ മനസ്സിൽ വളരെ എന്താ പറയുക, ശരിക്കും കണ്ണടച്ചാലും നമുക്ക് അദ്ദേഹത്തെ കാണാം. അത്രയും ഭംഗിയായിട്ട് തോന്നി. എന്തായാലും ഇവിടെ വന്ന് കാണാൻ സാധിച്ചാലും അമ്പലത്തിൽ അതിൻ്റെ പൂജാവിധികളും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയാവുകയും നല്ല ഒരു റിസപ്ഷൻ പ്രതീതി നമുക്ക് കിട്ടുകയും ചെയ്തു. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും അമ്പലത്തിനും ഭക്തന്മാർക്കും എല്ലാം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടുകൂടി